ചുമ്മാ നോക്കാം ഇറങ്ങാൻ വന്നാടാ. കണ്ടോ, ഇതാണ് ബാവലിപ്പുഴ. കുളിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോ ഇപ്പുഴ ബാവലിപ്പുഴ എന്ന് പോയാ ഇവിടെ ഇപ്പഴം വരുന്ന ഇവിടെ വരുന്ന ബാവലിപ്പുഴ. ഞാൻ ഗൂഗിൾ എടുക്കുമ്പോ നമുക്ക് കറക്റ്റ് കിട്ടും. മറ്റേ കുറച്ച് വെള്ളം ഒരു 11:30 കഴിഞ്ഞു കഴിയൂല്ലേ? ഓ അതെ അല്ലേ? ആ അങ്ങനൊന്നും അറിയില്ല. അതോടെ ചോദിച്ചാൽ പറഞ്ഞു നമ്മള് ഇവിടുത്തെ ചിത്രം അറിയാം. അത് അവിടെയുള്ള ഒരാളുണ്ട്. തൃശ്ശൂരല്ല, അവൻ എറണാകുളത്താണ്. എറണാകുളത്താണ്. ആ റൈറ്റ്. ഇക്കരെ കൊട്ടിയൂരിന്റെ മനോഹരമായ ലൈഫ് ഒന്നേ ഉള്ളൂ. ആക്കിഞ്ഞ് ഇക്കരെ കൊട്ടിയൂരൊന്ന് പോയി നോക്കിയാലോ? ഒരു ശിവനെ ഒന്ന് അടിക്കണം, ചെറിയൊരു ശിവനെ. വണ്ടി ഇടുന്നൊക്കെ ഇങ്ങോട്ട് വരുന്നത് കൂടുതൽ. അങ്ങനെ ദക്ഷിണ കൈലാസമായിട്ടുള്ള ഇക്കരെ കൊട്ടിയൂരിൻ്റെ ആ ഒരു പ്രവേശന കവാടം കടന്നിട്ട് ഇങ്ങനെ നടക്കാം. ഉത്സവമായതുകൊണ്ട് തന്നെ വർണ്ണ ശബളമായിട്ടുണ്ട്. കണ്ട, രാത്രികാല കാഴ്ച, ഇനി പകൽ കാഴ്ച ഇത് കഴിഞ്ഞിട്ട്. കുറച്ചിങ്ങനെ തന്ന് ശ്രീ മഹാദേവ പകത്ത് ഇപ്പോഴും സിനിമയിൽ കാണിക്കുമ്പോഴേ അതുകൊണ്ടല്ലേ ഇപ്പം ശരിക്കും കൊട്ടിയൂരപ്പൻ ഇങ്ങനെ അലിഞ്ഞ് കിടക്കാണ്. വല്ലാത്ത ഫീലാണ്. അതിരാവിലെ കൊട്ടിയൂരമ്പലം. അക്കരെ കൊട്ടിയൂര്. ഇത് ഇക്കരെ കൊട്ടിയൂരോ അക്കരെ കൊട്ടിയൂരോ? അക്കരെ കൊട്ടിയൂര്. അക്കരെ കൊട്ടിയൂര്. ഇക്കരെ കൊട്ടിയൂര്. ഭാവിയിൽ ഇപ്പോഴേയും കടന്ന് നമ്മളങ്ങനെ നേരെ കൊട്ടിയൂരപ്പൻ്റെ അടുത്തേക്ക്. സംഭവം കറക്റ്റ് ഇലക്ഷൻ എന്തൊരു ഭംഗിയാ നോക്കൂ, നല്ല ഭംഗി. മെഡിക്കലിൻ്റെ ഇതുപോലും ചിക്കൻ പോലും ഓല കണ്ടൊക്കെ വേണ്ടിയിട്ട് അടിപൊളി. അതായത് അതിലോട്ട് നടന്നു വരാൻ പറ്റും.
അപ്പോൾ ആളിപ്പോൾ പൂവോടുന്നു. വേമ്പ അത് കുടിക്കാം. അത്ഭുതങ്ങളൊക്കെ, ഇതൊരു അത്ഭുത ലോകമല്ലേ. ഉണ്ടാവും. ഇത് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന മറ്റൊരു വഴി. ഇരുന്നില്ല. ഇതെവിടേക്കാണ് നമ്മൾ പോകുന്നത്? അത് കെട്ടി ഒരു കൊച്ചു വായിപ്പോ. കൊട്ടിയൂര് അത് കെട്ടിയേ അങ്ങനെ ഒരു കൊച്ചു വായി. ശ്രീ മഹാദേവ വൈകുണ്ഠവാസ. ഈ സംഭവം ഉണ്ട് അവിടെ അപ്പുറത്തേക്ക് തൊഴാൻ. മറ്റൊരു ക്ഷേത്രം കൊട്ടിയൂർ ഗുരുമുത്തപ്പനായിരിക്കുന്ന കേട്ടോ. ഒന്നും കണ്ടില്ല, അതാണ് നടക്കാത്ത സ്വപ്നം. അങ്ങനെ വെക്കാൻ പാടില്ല, വലിയ വലിയ കല്ല് വെക്കാൻ പാടില്ല. നോക്കിയേ, ഇറങ്ങിയിട്ട് നോക്കടാ, നടക്ക്. നോക്കിയെടുക്ക്, നടക്കടാ. നോക്ക് ലൈറ്റ് ഉള്ള വെച്ച് നോക്ക്. ഓക്കെ, നീ നടന്നിട്ട് നോക്കണം കേട്ടാ. നോക്ക് നടന്നോ. ജസ്റ്റ് ഒന്ന് കൂടി നോക്കി. ഓക്കെ, കൊള്ളാം, നൈസ്. അങ്ങനെ മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പറശ്ശിനിക്കടവിൽ. ഈ സ്ഥലം ഏതാന്ന് പിടി കിട്ടിയോ? വേറെ എവിടെയല്ല, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. ഇതിലോട്ട് കയറി കിടന്നേ. പറശ്ശിനിക്കടവ് മടക്കര ശ്രീ മുത്തപ്പൻ സന്നിധി. അടിപൊളി. നോക്കിയവനെ ഞാൻ നോക്കിയത്. കൊള്ളാം, സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ, കഴിഞ്ഞു കൊണ്ടാ മുത്തപ്പൻ. ഇല്ല, നമുക്ക് ഇവിടുന്ന് എടുത്താൽ മതി. ക്ലാരിറ്റി. കേട്ടെ, ഇങ്ങോട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ചേർത്തെ മാടയിക്കാവ്, നീ ആഗ്രഹിച്ച സ്ഥലം. നിനക്ക് വേണ്ടി ഞാൻ ഏതാടാ മറ്റേ വഴിപാടെന്തായിരുന്നേ? മറനീക്കൽ നടത്തിയിട്ടുണ്ട് കേട്ടോ. നീ പ്രാർത്ഥിച്ചാൽ മതി. നീ നന്നായി പ്രാർത്ഥിച്ചോ. ഇങ്ങനെ എടുക്കാനേ പറ്റൂ. എനിക്കുള്ള പ്രസാദ.
അവരവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. മാടായിക്കാവ് ദേവീക്ഷേത്രം. രാഹുലെ മാടായിക്കാവ് ദേവീക്ഷേത്രമാടാ, കോഴിക്കോടാ, അല്ല സോറി കണ്ണൂർ. ഭയങ്കര പ്രത്യേകതയാട്ടോ ഇവിടെ. എൻ്റെ പേരിൽ ഞാൻ വഴിയോടെ അയച്ചിട്ടുണ്ട്. യെസ്, ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കാസർഗോഡ് അതാണ് കാസർഗോഡിൻ്റെ ഒരു മേഖല ഈ കാണുന്നതൊക്കെ. ഇത് മാടായിക്കാവ് ദേവീക്ഷേത്രമാണ്. ഭയങ്കര പ്രത്യേകതയുള്ള ദേവിയാണ്. ഇതാ മാടായിക്കാവിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ എന്താ ഭംഗി കാണാനായിട്ട്. പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇവിടെ. കണ്ടോ? തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് വരാം നമുക്ക്. കണ്ടോ രാവിലെ എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ? ബ്യൂട്ടിഫുൾ, സച്ച് എ ബ്യൂട്ടിഫുൾ ഏരിയ. കണ്ടോ രാവിലെ? അത് നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി. നീ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യാനെ? ഇത് ഏകദേശം ഒരു കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയൊക്കെ ഒരു മധ്യത്തിലാണ് നിൽക്കുന്നത് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ കൊട്ടിയൂരിൽ നിന്ന് കിട്ടിയ അവനാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കിയടാ സൂരജ്. ഇവനാൾ പൊളിയാട്ടോ, കൊള്ളാട്ടോ, നൈസാണ്. നമുക്ക് പറ്റിയ കമ്പനിയാണ്. അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവന് നൈസാണ്. കൊള്ളാം. ഇവിടെ കാകെ തല്ലി തകർത്തിട്ടിരിക്കട്ടോ, രക്ഷയില്ല. ഇതേലടക്ക് നമ്മ വഴി തെറ്റി ഏതൊരു കട്ടുമുക്കിലെത്തിയ പോലൊരു ഫീല്. ഇവിടെ ശരത്തെ മാടായിക്കാവ് അമ്പലത്തിൻ്റെ ആ ഭാഗത്താണ് ഈ കാണുന്നത്. കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെ ഒക്കെ ഒരു മധ്യത്തിലായിട്ടാണ് മാടായിക്കാവ്. ആ കാണുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ, അതിങ്ങനെ ആ ഓട്ടം പോകണുണ്ടല്ലേ, നേരെ മാടായിക്കാവിലേക്കാണ് പോകുന്നത്. ഈ ഏരിയ ഇങ്ങനെ നടന്ന് അവിടെ റോഡുണ്ട്, അവിടേക്കാണ് റോഡാണ് കാണുന്നത്. അടിപൊളി ഏരിയ. വെയിലുണ്ട്, അത്യാവശ്യം നല്ല കെട്ടി വെയിലുണ്ട്. ഇവിടെ ഞങ്ങളിങ്ങനെ മാടായിക്കാവ് ദേവീക്ഷേത്രം കുറച്ച് ഫേമസ് ആണ്, വളരെയധികം ഫേമസ് ആണ്. കണ്ണൂരുള്ള ദേവീക്ഷേത്രമാണ്. ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എവിടെടാ ഓക്കെ, തളിപ്പറമ്പിൽ നിന്ന് നേരെ നമ്മൾ ഇവിടേക്ക് വന്നതാണ്. തളിപ്പറമ്പ് പഴയങ്ങാടി എരിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് മാടായിക്കാവിലേക്ക് ഓട്ടോ കിട്ടും. 30 രൂപ വരുന്നുള്ളൂ കേട്ടോ, 30-40 കൊടുത്തു കഴിഞ്ഞാൽ ദേവീക്ഷേത്രത്തിലെത്താം. ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദേവീക്ഷേത്രമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇത് ആ കാണുന്ന ഓട്ടോ എടുക്കുന്നുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് കൂടെ റോഡ് പോകുന്നുണ്ട് മാടായിക്കാവിലേക്ക്. ഞങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസത്തിന് ഇങ്ങനെ കറങ്ങിയടിച്ച് ടീംസ് അവിടെ കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചുമന്ന് കറങ്ങി ഇങ്ങനെ നേരെ വന്നതാണ്. അപ്പോൾ മാടായിക്കാവ് ദേവീക്ഷേത്രം വരാണെങ്കിൽ ഗംഭീര, നമ്മുടെ കൊടുങ്ങല്ലൂരമ്പലം പോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ളൊരു ക്ഷേത്രമാണ്. വന്ന് നോക്ക്. നമുക്ക് ഈ അമിത വിശ്വാസങ്ങളിലൊക്കെ പറയില്ലേ, ആഭിചാര്യം, മന്ത്രവാദം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര ഹാപ്പി കേട്ടോ. ഭയങ്കര പോസിറ്റീവ് ലെവനെ നല്ലത് മാത്രമേ ഇത് ഞങ്ങൾക്ക് കിട്ടിയത് വന്നിട്ട് ഇവിടെ. അങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാം. ബൈ ബൈ. നമ്മളെത്തിയ സ്ഥലമാണിത്, മാടായിക്കാവ് ദേവീക്ഷേത്രം. ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കണ്ടോ, അങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ കൊള്ളാം. ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ള നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാനായിട്ട്. അങ്ങോട്ടൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് പറയുക കാണാനായിട്ട്. സോ സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കൊതിപ്പിച്ച് കൊല്ലാടാ. സ്നേഹത്തിൻ്റെയും സൗകര്യത്തിൻ്റെയൊക്കെ ഇതാ നമ്മുടെ കോഴിക്കോട്. റൈറ്റ്, എവിടെയെന്നറിയോ? ഇപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ്. മിഠായി തെരുവിലെ കടകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഏറ്റവും മധുരമായിട്ടുള്ള, ഏറ്റവും മധുര ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ കഥ പറയുന്നത് നമ്മുടെ കോഴിക്കോട്. യെസ്, അലുവടയും അപ്പം തന്നെ കുറച്ച് മധുരമൊക്കെ വാങ്ങി സെറ്റാവുമ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗവർണർ വന്നിട്ടോ, അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഈ തെരുവ് കൂടി ഇങ്ങനെ നടക്കുകയാണ്, മിഠായി തെരുവ് കൂടി നടക്കുകയാണ്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. നിങ്ങൾ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ പോലും. മാലത്ത് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയൊക്കെ മറിയപ്പോൾ അത് ഇങ്ങനെയായിട്ടുണ്ട്. കടകളൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ മിഠായി തെരുവിലാണ്. കോഴിക്കോടിൻ്റെ മധുരം, അതാണ് നമ്മുടെ മിഠായി തെരുവ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ സൊറ പറഞ്ഞും
കാഴ്ചകളൊക്കെ കണ്ട് ഗംഭീരമായിട്ട് നടക്കാം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും? എന്തോ അപ്പോൾ നമ്മൾ മിഠായി തെരുവിലാണ്. ഇവിടെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള ഡൗട്ടില്ല നിൽക്കുന്നത്. അങ്ങോട്ട് പോകും, അതായത് ഇങ്ങോട്ട്. എന്താ പറയുക, മിഠായി തെരുവിൻ്റെ ഒരു തിരക്കിനെ കുറിച്ചിട്ട് പറയാം. ഏറ്റവും ആദ്യം നല്ല തിരക്കാണ്. എത്ര മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഒക്കെ ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ പുത്തൻ സാധനങ്ങളും മിഠായികളും വസ്ത്രങ്ങളും എല്ലാം നമുക്ക് തരും. പൊളി ഡിസ്കൗണ്ടുകളൊക്കെയാണ്. ഇപ്പം എന്തെല്ലാം ഞാൻ പറഞ്ഞ പോലെ ചേട്ടാ മഴ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒറ്റടിക്ക് കുട ഉയർത്തി റൈറ്റ് ഇതാ പോണു. ഒരു കൂസലുമില്ല. എങ്ങനെ നടക്കാണ്. മഴച്ചാറ്റലുണ്ട്. നമ്മളങ്ങനെ മിഠായി തെരുവിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. കൊള്ളാം. വ്യത്യസ്തമായിട്ടുള്ള കടകൾ, വ്യത്യസ്തമായിട്ടുള്ള മധുരപലഹാരങ്ങൾ, അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, നല്ല തിരക്ക്. മിഠായി തെരുവിൻ്റെ തിരക്ക് എത്രമാത്രം കുറയുമെന്ന് വെച്ചാൽ കുറയില്ല. ഇതാ കണ്ടോ, മഴ പെയ്ത ആ ഗാളി വിളിയാണ്. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഹായ്, ഫാന്റാസ്റ്റിക്. ഞാൻ കൂടെ ഉറങ്ങിയിട്ടില്ല. എങ്ങനെയായിരുന്നടാ? അടിപൊളിയല്ലേ? ലക്ഷറി ബസ്സായിരുന്നു കേട്ടോ. നമ്മൾ കണ്ണൂരിൽ നിന്ന് സ്ട്രീറ്റ് ഗുരുവായൂർ. എന്താണ് ഗരുഡ ബസ്, KSRTCയുടെ സൂപ്പർ കൂൾ ജേണി. മറ്റു മോർണിംഗ് നാളെ രാവിലെ ചാനൽ കാണാം. സൂപ്പർ സ്ലീപ്പിംഗ്. അത് നമ്മുടെ KSRTCയുടെ ഗരുഡ ബസ്സിലുള്ള ലക്ഷറി. ആരും തന്നെയില്ലേ, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പേര് മാത്രം കളഞ്ഞ്. ഇത് ഞാൻ പോസ്റ്റു ഇത് ഡെയിലി മുടങ്ങാതെ ചെയ്യാറ്. പക്ഷേ കാര്യമുണ്ട്, നമ്മൾ സാധാരണ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ടുള്ളൊരു വൃത്തിയുള്ള ടോയ്ലറ്റ്, ബാത്റൂം, കുളിക്കുന്ന ഏരിയ കംഫർട്ടബിളായിരിക്കണം അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നല്ല നല്ല ഏരിയാസൊക്കെ നോക്കുന്നത് കാണാം. എത്ര കംഫർട്ടബിളായിട്ടാണ് അറിയിട്ടിരിക്കുന്നത്, എത്ര വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് അറിയുക. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഏരിയ മൊത്തത്തിൽ നല്ല വൃത്തിയാണ്. ഇതെവിടെയാണെന്ന് അറിയുമോ? വേറെ എവിടെയല്ല, നമ്മുടെ ഗുരുവായൂരാണ്. വെറും 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ഹവേഴ്സ് ടൈമിൽ നമുക്ക് റൂം എടുക്കാം, ഇവിടെ താമസിക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് കംഫർട്ടബിളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. എല്ലാം നല്ല വൃത്തിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഗുരുവായൂർ വരുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിഫുള്ളാണ്. ഇത് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ ഒരുമിച്ച് സ്പെഷ്യൽ ഡോർമെട്രി, ഒപ്പം തന്നെ ക്ലോക്ക് റൂം, അതുപോലെ തന്നെ സ്പെഷ്യൽ വെയിറ്റ് റൂം, എല്ലാം സൂപ്പർ. ഭയങ്കര വൃത്തിയാട്ടോ ശരിക്കും വന്നു കഴിഞ്ഞാൽ. സൂപ്പർ, ഒരു രക്ഷയില്ല. കണ്ടോ, ഇവിടെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മുകളിൽ റൂമൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇങ്ങനെ കിടക്കാം. എന്തൊരു വൃത്തിയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ബാഗ് സുരക്ഷിതമാണ്, നമ്മൾ സുരക്ഷിതരാണ്. അതാണ് നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പൽ. ഗുരുവായൂർ മുനിസിപ്പലിൻ്റെ ആണോ ഭാഗമായിട്ടാണത്. കുടുംബശ്രീയിലെ ചേച്ചിമാരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെയുള്ളവർ സ്നേഹിക്കുന്ന ഭഗവാന്റെ തിരു നടയിൽ, ഗുരുവായൂരപ്പൻ്റെ നടയിൽ കേട്ടാ. എൻ്റെ കണ്ണാ സൂരജ്, കമോൺ ഡിയർ. ഗുരുവായൂരപ്പൻ്റെ നടയിൽ പ്രാർത്ഥനയില്ല. ശയനപ്രദക്ഷിണൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുൾ ഓൺ അല്ലേ? ശരി, ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ.
സൂരജ് ജസ്റ്റ് തിരിഞ്ഞു നോക്കിട്ട് അടക്കടാ. അങ്ങോട്ട് 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 അങ്ങോട്ട്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നടന വൈഭവം സുരാജ്. തുളസിനെ തൊഴുതു പ്രാർത്ഥിക്ക്. ഈ മുട്ടിയിൽ ആരും വരാതിരിക്കട്ടെ ഭഗവാനെ. നടന്നോ, സെറ്റ് സംഭവമായിട്ടുണ്ട്. ഡോമെട്രി കാണിച്ചെന്നുണ്ടായിരുന്നില്ല, ഇതാ കാണുന്നു. യെസ്, ഗുരുവായൂർ മുനിസിപ്പൽ ഡോമെട്രി കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കേണ്ട. കറക്റ്റ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെയാണ് കേട്ടോ. കുടുംബശ്രീ നാഷണൽ അവരൊക്കെ ഒരുമിച്ച് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ വരാം കേട്ടോ. നമ്മള് ഒരു 11 ചുമ്മാ നോക്കാൻ ഇറങ്ങാൻ വന്നാടാ. റൈറ്റ്, അങ്ങനെ ദക്ഷിണ കൈല അപ്പം ശരിക്കും കൊട്ടിയൂർ അപ്പനിങ്ങനെ അലിഞ്ഞ് മെഡിക്കലിൻ്റെ ഇതുപോലും. അത്ഭുതങ്ങളൊക്കെ ഇരുന്നില്ല. ഇത് ഉണ്ടാവും. ഗുരുമുത്തപ്പായിരിക്കുന്ന കേട്ടോ.